ECLSS യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നാണ് ശിശുദിനം. എല്ലാവർക്കും ശിശുദിനാശംസകൾ. ശിശുദിനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്ന മുഖം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത്. ശിശുദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ അറിയാം. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. നമസ്കാരം, ഞാൻ അനക്കാദാസ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, ഇന്നാണ് ശിശുദിനം. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അഥവാ കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനമാണ് ശിശുദിനം. അപ്പോൾ ഈ ദിവസത്തിൽ നമുക്ക് അദ്ദേഹത്തിനെ ഒന്നുകൂടി പരിചയപ്പെടാം. അതിനായി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. 1889 നവംബർ 14 അലഹബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിലെ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ്രാണി തുസുവിന്റെയും മൂത്ത മകനായിട്ടാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അമൂല്യമായ രത്നം എന്നാണ് ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം. ഉന്നത വിദ്യാഭ്യാസത്തിന് ഉടമയായിരുന്നു ജവഹർലാൽ നെഹ്റു. ലണ്ടനിലെ പ്രശസ്തമായ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നാണ് നെഹ്റു ബിരുദം കരസ്ഥമാക്കിയത്. സർവകലാശാലയിലെ ഇന്ത്യൻ ടെമ്പിളിൽ നിന്ന് നെഹ്റു വക്കീലാവാനുള്ള പരിശീലനവും നേടി. ലണ്ടനിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ നെഹ്റു അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി ഉദ്യോഗമേറ്റു. ഇക്കാലത്ത് നെഹ്റുവിന് രാഷ്ട്രീയത്തിലും താല്പര്യമുണ്ടായിരുന്നു. പതുക്കെ അഭിഭാഷക ജോലി വിട്ട് നെഹ്റു മുഴുവനായും രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റു ആദ്യമായി ഗാന്ധിയെ കണ്ടുമുട്ടുന്നത്. 1916 തന്നെ കമല കൗളിനെ നെഹ്റു വിവാഹം ചെയ്തു. 1917 നവംബർ 19 അദ്ദേഹത്തിന് ഇന്ദിര ജനിച്ചു. ബംഗിപ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രതിനിധിയായി പങ്കുചേർന്നത്. 1918 അലഹബാദ് ഹോം റൂൾ സെക്രട്ടറിയും AICC അംഗവുമായി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത നെഹ്റു 1923 അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി. 1929 അദ്ദേഹത്തെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1936 അദ്ദേഹത്തിന്റെ ഭാര്യ കമല നെഹ്റു അന്തരിച്ചു. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അന്തരിക്കുകയുണ്ടായി. 1938 അദ്ദേഹം നാഷണൽ ഹെറാൾഡ് പത്രം സ്ഥാപിച്ചു. 1921 മുതൽ 1945 വരെ 1/2 ഡസൻ പ്രാവശ്യം നെഹ്റു അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1929 1954 ഇടയിൽ 4 തവണ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം 1946 സെപ്റ്റംബർ 2 രൂപീകരിച്ച ഇടക്കാല ഗവൺമെന്റിന്റെ അധ്യക്ഷനായി. 1947 ആഗസ്റ്റ് 15 അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി. പിന്നീട് മരണം വരെ പ്രധാനമന്ത്രി സ്ഥാനവും വിദേശകാര്യമന്ത്രി സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചു. കുടുംബത്തിലെ 3 പേർക്ക് ഭാരത് രത്നം ലഭിച്ച കുടുംബം നെഹ്റു കുടുംബമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് 1955 മകൾ ഇന്ദിരാഗാന്ധിക്ക് 1971 ചെറുമകൻ രാജീവ് ഗാന്ധിക്ക് 1991 ഭാരത് രത്നം ലഭിച്ചു. വിശ്വ ചരിത്രാവലോകനം, ആത്മകഥ, ഇന്ത്യ കണ്ടെത്തൽ എന്നീ പ്രശസ്ത കൃതികൾ നെഹ്റു ജയിലിൽ വെച്ചാണ് രചിച്ചത്. 1964 മെയ് 27 അദ്ദേഹം അന്തരിച്ചു. നെഹ്റുവിന്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, ജയ് ഹിന്ദ്. പ്രിയ കുട്ടികളെ, അധ്യാപകരെ, ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകതയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു പാട്ട് പാടുകയാണ്. ചുവന്ന പനിനീർ പൂച്ചൂടി, ചുണ്ടിൽ മധുരച്ചിരി തൂകി, നന്മ വിതച്ചൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, കുരുന്നു സ്നേഹം ചേർത്തു പിടിച്ചു കുഞ്ഞുങ്ങളുടെ ചാച്ചാജി, പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നായി കണ്ടു ചാച്ചാജി.
കഷ്ടതയില്ലാത്തൊരു കുട്ടിത്വം ഇഷ്ടത്തോടെ നടത്തിടണം എന്നത് ചൊല്ലി ചാച്ചാജി, നമ്മുടെ പ്രിയ ഞാൻ ചാച്ചാജി. ചിരിക്കുവാനും ചിന്തിക്കാനും നമ്മെ നയിച്ചൊരു ചാച്ചാജി, സ്വതന്ത്രമായൊരു ഭാരത നാടിനെ ആദ്യം ഭരിച്ചു ചാച്ചാജി. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയേണ്ടത്? ചാച്ചാജിക്ക് കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ബാലവേലക്കെതിരെ കർശന നടപടി അദ്ദേഹം കൈക്കൊണ്ടു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കുട്ടികൾക്ക് ചാച്ചാജി എപ്പോഴും വാത്സല്യനിധിയായ ഒരച്ഛനെ പോലെയായിരുന്നു. ബാലവേലയും കുട്ടികൾക്കെതിരായ ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ശിശുദിനം വരുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട്. തൊപ്പിയും നീണ്ട ജിബയും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ. അതാണ് നമ്മുടെ ചാച്ചാജി. ചാച്ചാജിയുടെ ആഗ്രഹം പോലെ നമുക്കും പഠിച്ചു വളർന്ന ഈ രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. ഇനി നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ഒരു പാട്ട് കേട്ടാലോ? നെഞ്ചിൽ പനിനീർ പൂവിടരും നന്മ നിറഞ്ഞൊരു ചാച്ചാജി, പൂ പോലുള്ള മനസ്സാണ്, പുഞ്ചിരിയോടെ നടപ്പാണ്. നെഞ്ചിൽ പനിനീർ പൂവിടരും നന്മ നിറഞ്ഞൊരു ചാച്ചാജി, പൂ പോലുള്ള മനസ്സാണ്, പുഞ്ചിരിയോടെ നടപ്പാണ്. തലയിൽ തൊപ്പി ധരിച്ചീ നാടിൻ തലവര മാറ്റിയ നെഹ്റുജി, തലയിൽ തൊപ്പി ധരിച്ചീ നാടിൻ തലവര മാറ്റിയ നെഹ്റുജി. കുട്ടികളെക്കാളിൽ ഇഷ്ടം കഷ്ടത കണ്ടാൽ അവിടെത്തും, ഭാഗ്യം നമ്മുടെ നാടിൻ്റെ ഭാവി ഉയർത്തിയ നെഹ്റുജി. കുട്ടികളെക്കാളിൽ ഇഷ്ടം കഷ്ടത കണ്ടാൽ അവിടെത്തും, ഭാഗ്യം നമ്മുടെ നാടിൻ്റെ ഭാവി ഉയർത്തിയ നെഹ്റുജി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്ന അദ്ദേഹം കുട്ടികളുമായി സല്ലപിക്കാനും അവരുമായി ഇടപഴകാനും സമയം കണ്ടെത്തി. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു. സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നു പോകുന്നത്. എങ്കിലും ഒരുപാട് കുട്ടികൾ ഇന്നും ചൂഷണത്തിന് വിധേയരാകപ്പെടുന്നു. ബാലവേലയ്ക്കും മാനസികവും ശാരീരിക പീഡനങ്ങൾക്കും ഇരയാകപ്പെടുന്ന കുട്ടികൾ നമുക്കിടയിൽ ഇന്നുമുണ്ട് എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, ചൂഷണങ്ങൾക്കിരയാകപ്പെട്ട കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ ആധുനിക ഇന്ത്യയെ പടുത്തുയർത്താനും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ. ഭാരത മണ്ണിൻ നേതാവായൊരു ധീരൻ നമ്മുടെ ചാച്ചാജി, നാടിൻ സേവനമെന്നെന്നും നേടിയെടുക്കാൻ പണി ചെയ്തു. കുഞ്ഞുങ്ങൾക്കൊരു കൂട്ടായി എന്നും വാണൊരു ചാച്ചാജി.
കുപ്പായത്തിൽ റോസാപ്പൂ ചൂടി നടന്നു ചാച്ചാജി. ഹായ് കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. കുട്ടികളോടുള്ള ചാച്ചാജിയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. വലിയ തിരക്കുകൾക്കിടയിലും അദ്ദേഹം കുട്ടികളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ അദ്ദേഹം ഒരു അനാഥാലയത്തിൽ എത്തി. ചാച്ചാജിയെ കണ്ടതും കുട്ടികളെല്ലാം സന്തോഷത്തോടെ ചുറ്റും കൂടി. അപ്പോഴാണ് ഒരു കുട്ടി മാത്രം എന്തിനോ പിണങ്ങി മാറി നിൽക്കുന്നത് അദ്ദേഹം കണ്ടത്. ചാച്ചാജി ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ഓരോന്ന് പറഞ്ഞ് രസിപ്പിക്കാൻ നോക്കി. എത്ര ശ്രമിച്ചിട്ടും ആ കുട്ടി ചാച്ചാജിയെ നോക്കി ഒന്ന് ചിരിച്ചു പോലുമില്ല. അപ്പോഴാണ് ചാച്ചാജി മേശപ്പുറത്ത് ഒരു ചീപ്പ് കണ്ടത്. ചാച്ചാജി ആ ചീപ്പ് എടുത്ത് എന്നിട്ട് തൊപ്പിയൂരി ചീപ്പ് കൊണ്ട് തല ചീകാൻ തുടങ്ങി. അതു കണ്ടതും ദേഷ്യക്കാരനായ ആ കുട്ടി പൊട്ടിച്ചിരിച്ചു പോയി. കുട്ടി ചിരിച്ചു പോയത് എന്താണെന്നോ, മുടിയില്ലാത്ത കഷണ്ടിത്തലയിലാണ് ചാച്ചാജി ചീപ്പ് കൊണ്ട് തല ചീകിയത്. കുട്ടികളെ ഇത്രയേറെ ഇഷ്ടമുള്ള ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14-നാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് നെഹ്റുവിന്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? ഞാനൊരു പാട്ട് പാടാം. വെള്ളത്തൊപ്പിയും ജുബ്ബയും ഇട്ട് റോസാപ്പൂവും കീശയിൽ തൂക്കി ദാ വരുന്നു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. ദാ വരുന്നു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജിയുടെ ജന്മദിനം, കുഞ്ഞുങ്ങൾക്ക് ശിശുദിനം. ചാച്ചാജിയുടെ ജന്മദിനം, കുഞ്ഞുങ്ങളുടെ ശിശുദിനം. കുഞ്ഞുങ്ങളാം നമ്മളേറെ ഇഷ്ടപ്പെട്ടൊരു നേതാവ്, ആ നേതാവിൻ ജന്മദിനത്തിൽ നേരാം ആശംസ. മാന്യ സദസ്സിന് വന്ദനം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെ, ഇന്നാണ് ശിശുദിനം. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി. കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടിയാണ് ശിശുദിനം ആചരിക്കുന്നത്. 1859 നവംബർ 14-നാണ് കുട്ടികളുടെ പ്രിയ ചങ്ങാതിയായ നെഹ്റുവിൻ്റെ ജനനം. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളായതിനാൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ കുട്ടികൾ അവരുടെ ജീവിതം ആവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരമുള്ള ഉത്തമ പൗരന്മാരായി വളരാനുള്ള അവസരവും ശിശുദിനാഘോഷത്തിലൂടെ സാധ്യമാകുന്നു. ശിശുദിനത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. അപ്പൊ മക്കളെ, ഇന്നെന്താ അപ്പോ ഇന്ന് വെള്ളം ഇടുന്നതിന്റെ കാരണം ഇന്ന് ശിശുദിനമാണ്. നവംബർ 14 ശിശുദിനം. ശിശുദിനം എന്ന് പറഞ്ഞാൽ എന്താ? ചിൽഡ്രൻസ് ഡേ എന്നറിയോ? ഇന്ന് ഞങ്ങളുടെ ഡേ ആണ്, ചിൽഡ്രൻസ് ഡേ. അപ്പോ ഇന്ന് എല്ലാവരും ചുവപ്പ് റോസ് പൂവൊക്കെ ചൂടിയിട്ടുണ്ടല്ലോ. അതിന് എന്തിനാണെന്ന് വെച്ചാൽ ചാച്ചാജിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ റോസാപ്പൂവ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ ഇനി മുത്തശ്ശിക്ക് മക്കളൊരു പാട്ട് പാടിത്തരുമോ? ഞങ്ങൾ രണ്ടാളും മുത്തശ്ശിക്ക് നല്ലൊരു പാട്ട് പാടിത്തരാം. മക്കളെ പാടിത്തരൂ. കൂട്ടുകാരെ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. ഞങ്ങൾ പെരുന്നാള് കൂട്ടുകാരെ
ഞങ്ങൾ മുത്തശ്ശിക്ക് പാട്ട് പാടിത്തരും. മുത്തശ്ശി ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരാമോ? ആ മക്കളെ, ഞാൻ പാടിത്തരാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവോ? ആ ശ്രദ്ധിച്ച് കേൾക്കാം മുത്തശ്ശി. ഞാൻ പാടട്ടെ. പനിനീർ പൂവിൻ ചിരിയാലെ ചാരയണഞ്ഞു ചാച്ചാജി പുഞ്ചിരി തൂകും മുഖമാലെ വാരിയടച്ചു ചാച്ചാജി കുഞ്ഞോമനയുടെ കൂട്ടാളി റോസാപ്പൂവിൻ ചെന്നാതെ ശിശുദിനമിന്ന് വന്നെത്തി ശിശുദിനമിന്ന് വന്നെത്തി നെഹ്റൂജിയുടെ വിലയെത്തി ഇന്ദിരമോളുടെ പൊന്നച്ഛൻ ഇന്ത്യക്കാരുടെ മാണിക്യം സ്വാതന്ത്ര്യത്തിനു വടവെട്ടി പ്രിയനാം നമ്മുടെ ചാച്ചാജി പ്രിയനാം നമ്മുടെ ചാച്ചാജി നമ്മുടെ നന്ദൻ ചാച്ചാജി നമ്മുടെ നന്ദൻ ചാച്ചാജി. ഓക്കെ, അപ്പൊ മുത്തശ്ശി പോവാട്ടോ. അതിനു മുമ്പ് മുത്തശ്ശി ഒരു പറയുന്നത് പനിനീർ പൂവിൻ ചിരിയാലെ. പനിനീർ പൂവിന്റെ ചിരിയായിരുന്നു ചാച്ചാജിക്ക് അല്ലേ? പിന്നെ കുഞ്ഞോമനയുടെ കൂട്ടാളിയായിരുന്നു, കുഞ്ഞു മക്കളുടെ കൂട്ടാളിയായിരുന്നു അല്ലേ? റോസാപ്പൂവിൻ ചെന്നാടി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, റോസാപ്പൂവിന്റെ ചെന്നാടിയായിരുന്നു. റോസാപ്പൂവിന് നല്ല നല്ല ഇഷ്ടമായിരുന്നു ചാച്ചാജിക്ക്. ഓക്കെ, അപ്പോൾ നെഹ്റൂജിയുടെ ദിനം. ഇന്ദിരമോളുടെ പൊന്നച്ഛൻ, ഇന്ദിരമോളുടെ അച്ഛനായിരുന്നു അല്ലേ? ഇന്ത്യക്കാരുടെ മാണിക്യം, നമ്മുടെ മാണിക്യം, പ്രിയനാം നമ്മുടെ ചാച്ചാജി, നമ്മുടെ പ്രിയനായ ചാച്ചാജി. അപ്പൊ മുത്തശ്ശി പോവാട്ടോ മക്കളെ, മുത്തശ്ശി പോവാട്ടോ. ഏവർക്കും ശിശുദിനാശംസകൾ. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ഭാരതനാടിന് അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. ഭാരതനാടിന് അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളയുടുപ്പും തൊപ്പിയുമായി വിരിമാറത്തൊരു റോസാപ്പൂവും ചൂടി വരുന്നു ചാച്ചാജി. വിരിമാറത്തൊരു റോസാപ്പൂവും ചൂടി വരുന്നു ചാച്ചാജി. നാടിന് നന്മ വരുത്താനും സ്വാതന്ത്ര്യക്കൊടി നാട്ടാനും. നാടിന് നന്മ വരുത്താനും സ്വാതന്ത്ര്യക്കൊടി നാട്ടാനും. ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ദിനത്തിൽ കുട്ടികൾ പങ്കുവച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.